സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ BJPയുടെ ഒരു നേതാവാണ് എന്നതിലുപരി സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയാണ് ജനങ്ങൾ എപ്പോഴും മനസ്സിലാക്കുകയും കാണുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സിനിമയാണ് എനിക്ക് ഏറ്റവും പ്രധാനം, അതിൽ കൂടി മന്ത്രിപദം നഷ്ടപ്പെട്ടാലും ഞാൻ രക്ഷപ്പെട്ടു എന്നേ വിചാരിക്കൂ, കുറച്ചുകൂടി സമയം തൃശ്ശൂർകാർക്ക്, ഇപ്പൊ സഹമന്ത്രിയാണ് അദ്ദേഹം, കേന്ദ്ര സഹമന്ത്രിയാണ്, കുറച്ചുകൂടി സമയം ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും തൃശ്ശൂർകാർക്ക് കുറച്ചുകൂടി എന്നെ കിട്ടും, അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ തൃശ്ശൂരിന്റെ വികസനത്തിനുമൊക്കെയായി. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം പോരാളി ഷാജി ഒരു പോസ്റ്റ് ഇട്ടു. പോരാളി ഷാജി ആണല്ലോ ഇപ്പോൾ CPM-നെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ പറയുന്നത്. CPM ഇപ്പൊ പിണറായി എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് വരെ പോരാളി ഷാജിയാണ്. പിണറായി മിണ്ടണമോ അതോ മൗനം പാലിക്കണമോ അതോ മകളുടെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടോ എല്ലാം തീരുമാനിക്കുന്നത് പോരാളി ഷാജിയാണ്. അപ്പോൾ പോരാളി ഷാജിക്ക് ഒരു സംശയം, എന്തുണ്ടപ്പൊരിയാണ് സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി തൃശ്ശൂരിന് വേണ്ടിയും ചെയ്തതാ എന്നുള്ളത്. അപ്പൊ തിരിച്ച് പോരാളി ഷാജിയോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 2 ടേമിലും കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ട് എന്തുണ്ടപ്പൊരിയാണ് ചെയ്തത് എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എന്താണ് ഈ ഒരു കാര്യത്തിൽ ശ്രീല മാഡത്തിന് പറയാനുള്ളത്? ആദ്യം തന്നെ ഈ പോരാളി ഷാജി ആരാന്ന് അറിയില്ലായിരുന്നു. CPM ഇതുവരെ പോരാളി ഷാജിയെ ഓൺ ചെയ്തിട്ടുള്ളതായി എനിക്കറിയില്ല. 1. 2, മുഖമില്ലാത്ത ഐഡികൾക്ക് നമ്മൾ മറുപടി പറയാൻ പോകരുത്. ഇപ്പോ എന്റെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ആരെങ്കിലും മുഖമില്ലാത്തൊരു വന്ന് പറഞ്ഞാൽ ഞാനതിന് മറുപടി പറയാറില്ല. മാത്രമല്ല, ഏതെങ്കിലും മോശകരമായ കാര്യം ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാനൊരു കൃഷ്ണഫലു പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു വ്യാജ ഐഡിയയിൽ നിന്ന് വന്നിട്ട് എന്റെ ഇൻബോക്സിൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോ അയാൾ എന്നിട്ട് വ്യാജ ഐഡിയയിൽ എന്നോട് ഒരേ സമയം സംസാരിക്കാൻ ശ്രമിക്കുകയും അതേസമയം എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ വ്യാജ ഐഡിയയിൽ നിന്നിട്ടാ ഞാൻ എപ്പോൾ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഡിലീറ്റ് ചെയ്ത സമയത്ത് അയാൾക്ക് ഒറിജിനൽ ഐഡിയയിലേക്ക് വരേണ്ടി വന്നു. കാരണം അയാൾക്ക് ഈ കൃഷ്ണഭക്തയെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അയാൾ ഒറിജിനൽ ഐഡിയയിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ DOISOയുടെ ചുമതലയുള്ള ഒരാളാണ്. അതിനുശേഷമാണ് ഈ കൃഷ്ണഭക്ത തന്റെ ഭർത്താവ് സഖാവാണെന്ന് 24 മണിക്കൂറും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾ പുറകെ വന്നത് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇത്രയും കാലം പറയാതെ എന്റെ ഭർത്താവ് ഒരു സഖാവാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരും. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ മുഖമില്ലാത്ത ഐഡികൾക്ക് വർത്താനം പറയാൻ പോകുന്നത്. പക്ഷെ സുരേഷ് ഗോപിയുടെ വിഷയമായതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉളവാക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാമെന്ന് തീരുമാനിച്ചത്. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി നേരത്തെയും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം നൽകണമെന്ന് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം അതിന് അദ്ദേഹം വെക്കുന്ന കാരണങ്ങൾ വളരെ ജെന്യുവിനായ കാരണമാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ആദ്യം മുതൽ തന്നെ അദ്ദേഹം കൂടുതൽ പ്രശസ്തനാകാനും പൊതുസമൂഹത്തിന് അംഗീകാരം ഉണ്ടാകാനും കൂടുതൽ കാരണമായത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. വൺ ഓഫ് ദി റീസൺസിൽ ഒന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനുഷ്യരോടുള്ള ഇടപെടലും മനുഷ്യ സ്നേഹവും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. സാധാരണഗതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കിയാൽ അവരൊക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തകർ അതൊരു പദമായി ഉപയോഗിക്കുമെങ്കിലും അവരൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ആരുടെയെങ്കിലും ഒക്കെ പണം കൈവശപ്പെടുത്തിക്കൊണ്ട് അത് കുറച്ച് അവർ തന്നെ ഉപയോഗിച്ചും ഒക്കെ കൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പലരുടെയും പേരുകൾ പുറത്തു വന്നതാണ്. ഫിറോസ് കുന്നുംപറമ്പിൽ അടക്കമുള്ളവരുടെ പേരുകൾ പുറത്തു വന്നതാണ്. അപ്പോ പലപ്പോഴും ചില സംഘടനകളും ചില ആൾക്കാരും ഒക്കെ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുമുണ്ട്. എന്നാൽ സുരേഷ് ഗോപി അതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ സ്വന്തമായ കാശ് അദ്ദേഹം അത് ഏൺ ചെയ്യുന്ന മണി കൊണ്ടാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുട്ടികളില്ലാത്ത ഒരാളല്ല. 4 കുട്ടികളുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തോട് മറ്റൊരു തരത്തിലുള്ള ബിസിനസ്സും ഇല്ലാത്ത ഏക വ്യക്തി അദ്ദേഹമാണ്. സാധാരണഗതിയിൽ സിനിമാ നടന്മാർ ഇപ്പോ ചെറിയ നടിമാരാണെങ്കിൽ പോലും ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്രാൻഡുകളോ ഏതെങ്കിലും വസ്ത്ര സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്റ്റുകളോ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന പതിവുണ്ട്. നേരെ മറിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ബിസിനസ്സും ഇല്ലാതെ അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് സിനിമയിൽ നിന്നും കിട്ടുന്ന വരുമാനം മാത്രമാണ്. അദ്ദേഹം അതുപോലെ MP ആയിരുന്ന കാലത്തൊക്കെ ഉണ്ടാക്കിയ അദ്ദേഹത്തിന് കിട്ടിയ വരുമാനമൊക്കെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹം ചില ഷോകളൊക്കെ നടത്തിയിരുന്നു. ആ ഷോകളിലൊക്കെ തന്നെ നമുക്കറിയാം, ആ ഷോയിൽ അപ്പോൾ വരുന്ന ആൾക്കാർക്ക് അദ്ദേഹം അപ്പൊ തന്നെ അവിടുന്ന് തന്നെ അദ്ദേഹം ആരോട് ചോദിക്കുന്നില്ല, പറയുന്നില്ല, അദ്ദേഹം അവിടുന്ന് തന്നെ ഓഫർ നൽകുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തു തരാമെന്ന്. അദ്ദേഹത്തിന്റെ പണം കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തു.
അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയാകുമ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജനപ്രതിനിധിയാകുമ്പോൾ തൃശ്ശൂരുകാർ മൂന്നാമത്തെ തവണയാണെങ്കിലും അദ്ദേഹത്തെ വലിയ രീതിയിൽ എതിരേറ്റു, അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് നൽകിയത്. അപ്പൊ തൃശ്ശൂര് മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ആരോപണം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം തൃശ്ശൂർ മാത്രമല്ല കേരളം ഒട്ടാകെ അദ്ദേഹത്തെ തിരക്കി വരുന്നവർ, അദ്ദേഹത്തെ കാണാൻ വരുന്നവർക്കൊക്കെ അദ്ദേഹം സഹായം ചെയ്തു കൊടുക്കുന്ന പതിവുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു മനുഷ്യസ്നേഹിയായ ആളാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി പേരെ സഹായിക്കേണ്ടതുണ്ട്. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അതിന്റെ ഇരട്ടി ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതിലേറെ ഇരട്ടി ഉത്തരവാദിത്വം, അതായത് ഒരു തൃശ്ശൂരിനെ മൊത്തത്തിൽ അദ്ദേഹം സഹായിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്നാൽ ഒരു തരത്തിലും അദ്ദേഹത്തിന് മടക്കി വയ്ക്കാൻ കഴിയില്ല തൃശ്ശൂരെ ആൾക്കാരെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വലിയ വിജയം സമ്മാനിച്ച ഒരു സ്ഥലം. മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ കരുതുന്നതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവരെ കൂടി സഹായിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നല്ലൊരു ഗുണമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹമല്ല ഒരു സ്ഥലത്തും ഞാൻ ഈ എല്ലാവരെയും സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മീഡിയാസിനെ വിളിച്ച് ഞാൻ ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വിളിച്ചു കൂട്ടുന്ന ഒരു പതിവ് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴാണ്? അദ്ദേഹം പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ സമയത്ത് പല പെൺകുട്ടികളും പുറത്തു വന്ന് എന്നെ സഹായിച്ചു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ഇത്രയൊക്കെ ആളാണെന്ന് കേരളീയ പൊതുസമൂഹം അറിയുന്നത് പോലും. അദ്ദേഹത്തെ ഒരു സ്ത്രീ വിഷയത്തിൽ പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായി. ഈ സ്ത്രീ വിഷയത്തിൽ പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ചാനലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോ സ്ത്രീ മാത്രമല്ല ആക്രമിക്കപ്പെടുന്നത്, പുരുഷന്മാരും ആക്രമിക്കപ്പെടുന്ന കാലഘട്ടമാണ്. നന്നായി സമൂഹത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെ ആക്രമിക്കാനുള്ള പ്രവണത പലരും കാണിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, സുരേഷ് ഗോപി ഒരു പക്ഷേ സിനിമാ രംഗത്ത് നിൽക്കുകയും അദ്ദേഹം ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെ നിന്ന സമയത്ത് അദ്ദേഹം ചില ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസും ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം കരുണാകരനോട് ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു. അന്നൊന്നും അദ്ദേഹം ഇത്രയധികം ആക്രമിക്കപ്പെട്ടിട്ടില്ല. കരുണാകരനോട് അടുപ്പമുള്ളപ്പോഴും CPM-നോട് അടുപ്പമുണ്ടായിരുന്നപ്പോഴും ഒന്നും അദ്ദേഹം ആക്രമിക്കപ്പെട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ RSS-നോട് അല്ലെ BJP-യോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടത്. ആ ശ്രദ്ധ എത്ര പേർക്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്കറിയില്ല. അദ്ദേഹത്തിന് ആ ശ്രദ്ധ ഇനിയും ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പൊ കൃഷ്ണഭക്തയുടെ രൂപത്തിലാണെങ്കിലും മാനായും മാരീചനായും വരുമെന്ന് നമ്മുടെ അനിൽ പനച്ചൂരാൻ ഒരു കവിതയിൽ ജിഹാദിനെ സംബന്ധിച്ച്, ലവ് ജിഹാദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രണയം മാനായും മാരീചനായും വരുമെന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ നമ്മളെ പെടുത്താൻ മാനായും മാരീചനായും ആൾക്കാർ വരും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വലതുപക്ഷ പ്രസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് RSS-നോടൊപ്പം നിൽക്കുമ്പോൾ, അത് BJP-യോട് അടുത്ത് നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന പ്രസിഡന്റിനെ K. സുരേന്ദ്രനെ ഇതേപോലെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും പറയുന്നതൊക്കെ ട്രോളാക്കാൻ ആദ്യഘട്ടത്തിൽ അവർ അങ്ങനെയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് BJP നേതാക്കന്മാരെ ഇപ്പോ B. ഗോപാലകൃഷ്ണനെ ആണെങ്കിലും ഒക്കെ BJP നേതാക്കന്മാരെ അവർ പറയുന്ന വാക്കുകൾ കുമ്മനം, ഒന്നിനും പോകാത്ത കുമ്മനത്തെ ഒരു വാക്ക് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായി. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പ്രത്യേകിച്ച് ഇവരുടെ ഇടപെടൽ വളരെ ഫലപ്രദമായി നടക്കുന്നത് കൊണ്ട് ഒട്ടൊക്കെ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട് CPM-ന്റെ സൈബർ പോരാളികൾക്കും. പിന്നീട് അവർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്ത്രീ വിഷയങ്ങളിലും പുരുഷ വിഷയങ്ങളിലും ഒക്കെ സ്ത്രീകളെ പെടുത്തുക എന്നുള്ളത്. അത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് മോശം പറഞ്ഞുണ്ടാക്കാനും ഒക്കെ അത്തരത്തിലുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതിനെ അതിജീവിക്കുന്നവർ വളരെ കുറവാണ്. അതാണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ വന്ന സമയത്ത്, ഞാൻ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്ന സമയം മുതൽ 2002 കാലഘട്ടത്തിലാണ് ഞാൻ പത്രപ്രവർത്തകയായി വരുന്നത്. അതിനുശേഷം 2002 മുതൽ 2010 വരെയൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം എന്റെ ട്രെയിനിങ് പീരീഡും അതിനുശേഷമുള്ള കാലഘട്ടവും ഒക്കെ ആയിരുന്നു. മാത്രമല്ല ഞാൻ ജോലി ചെയ്തത് തൃശ്ശൂർ, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെയായിരുന്നു. തൃശ്ശൂർ, പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറച്ചുകൂടി കുറവാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അതിനുശേഷം നേരെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്ന അന്ന് മുതൽ ഏതാണ്ട് ഒരു അധോലോക നായികയെ എന്നെ ചിത്രീകരിക്കാനുള്ള പല ശ്രമങ്ങളും പല കോണുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇടപെടാതെ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും മിണ്ടാതെ മാറി നിന്നത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോയ ഒരാളാണ്. കാരണം മറ്റൊരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് കുറച്ചുകൂടി പൊളിറ്റിക്കലി ഡോമിനേറ്റഡ് സ്ഥലമാണ്. പത്രപ്രവർത്തകരുടെ ഇടയിലാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളെ തകർക്കാനുള്ള ശ്രമം തിരുവനന്തപുരത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. സംഘടനാ തലത്തിലാണെങ്കിലും മറ്റു തലത്തിലാണെങ്കിലും ഒക്കെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടും നമ്മളെ മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ടും നമ്മളെന്തോ വലിയ താപ്പാനയാണെന്ന് ധ്വനി ഉണർത്തിക്കൊണ്ടും ഒക്കെ അത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ട്. അത് തിരുവനന്തപുരത്ത് ചില അധോലോക സംഘങ്ങൾ തന്നെ, ഇതിലും വലിയ അധോലോകം, സിനിമയെ തെല്ലുന്ന അധോലോക സംഘങ്ങൾ, ചില ഗോസിപ്പ് ഇതൊക്കെയുണ്ട്. അതൊക്കെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയിൽ
അതിനെ സംബന്ധിച്ച് ഈ പ്രസ് ക്ലബിനെ സംബന്ധിച്ച് എല്ലാം ഒരു പരാമർശമുണ്ട്. സൂര്യകാന്തി നോവും ആ കവിത ഒന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്ത്രീകളെ എത്ര മോശമായി ചെയ്യുന്ന 4 മണി പലഹാരത്തിനൊപ്പം കഥകൾ പറയുന്ന ആ കഥകളിലൊക്കെ സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് കവി പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് അനിൽ പരശുരാം. അത്തരത്തിലുള്ള കഥകൾ സ്ത്രീകളെ പറ്റിയും പുരുഷന്മാരെ പറ്റിയും ഒക്കെ എന്നും ഉണ്ടാകാറുണ്ട്. അത് ഇത്തരത്തിൽ മര്യാദയ്ക്ക് പോകുന്നവരെ പറ്റിയാണ്. നമ്മൾ ഒരാളെ കുറിച്ച് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നിരന്തരമായി ഒരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ ആ ആൾ നല്ലതാണ് എന്നാണ് അർത്ഥം. കാരണം മറ്റൊരു തരത്തിലും കിട്ടാത്തത് കൊണ്ടും മറ്റൊരു തരത്തിലും അവർക്ക് വഴങ്ങാത്തത് കൊണ്ടുമാണ് ആ ഒരാളെ പറ്റി മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ഞാൻ അങ്ങനെയാണ് ആ കാര്യങ്ങളെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇത്തരത്തിലുള്ള സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നിരന്തരമായ ആരോപണങ്ങൾ ഉണ്ടാക്കുകയല്ലേ. സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റം, സുരേഷ് ഗോപി നടന്നാൽ കുറ്റം, സുരേഷ് ഗോപി അമ്പലത്തിൽ പോയപ്പോൾ മേൽമുണ്ട് ധരിച്ചത് കുറ്റം, സുരേഷ് ഗോപി മിണ്ടിപ്പോയാൽ കുറ്റം, സുരേഷ് ഗോപി ഡാൻസ് കളിച്ചാൽ കുറ്റം. സുരേഷ് ഗോപിക്ക് എന്ത് കുറ്റമാണ് ഇല്ലാത്തത്? അദ്ദേഹത്തെ ഇന്ന് വരെ സമൂഹത്തിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ആരോപണങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്? അവസാന പടിയെന്നോണം അദ്ദേഹത്തെ സ്ത്രീ വിഷയത്തിൽ പോലും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടും, അല്ലെങ്കിൽ സിനിമയിൽ 22ഓളം സിനിമകൾക്ക് കരാർ നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കോൾഷീറ്റ് ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കവുമായി അത്രയധികം സിനിമകൾക്ക് കമ്മിറ്റഡ് ആയതുപോലും ഒരുപക്ഷെ ജനങ്ങളെ സഹായിക്കാനാണ്. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ. എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വം അതിന് അംഗീകാരം കൊടുക്കുമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അംഗീകാരം കൊടുത്താലും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ള സിനിമാഭിനയം അദ്ദേഹത്തിനെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിഷയങ്ങളോടൊപ്പം ഒരു കേന്ദ്രമന്ത്രി സഹമന്ത്രി ആയതുകൊണ്ട് അത്രയേറെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓഫീസ് ഹോൾഡ് ചെയ്യണം. അതോടൊപ്പം സിനിമാ സെറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനൊരു മന്ത്രിയുടെ പരിഗണന സിനിമാക്കാർക്ക് നൽകേണ്ടി വരും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഗുണകരമാകുന്ന, സ്വന്തം പണം എടുത്ത് മറ്റൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും മറ്റേ ബ്ലാക്ക് മണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തരത്തിലുണ്ടാക്കാത്ത സ്വന്തമായി അധ്വാനിക്കുന്ന പണം എടുത്ത് നൽകുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതല്ലാതെ മറ്റു മാർഗമില്ല ജനങ്ങളെ സഹായിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് ജനങ്ങളെ സഹായിക്കാനുള്ള അഭിമാനം, അദ്ദേഹത്തിന് സ്വത്തുണ്ടാക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ബിസിനസ് ചെയ്താൽ മതി. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വത്തുണ്ടാക്കുന്നതിലുപരി അദ്ദേഹത്തിന് ജനങ്ങളെ സഹായിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. കേന്ദ്ര നേതൃത്വം അതൊരു പക്ഷെ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അംഗീകരിക്കപ്പെട്ടാൽ വലിയ കാര്യം തന്നെയായിരിക്കും. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അദ്ദേഹം ജനങ്ങളെ സഹായിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് അതൊരു വലിയ തുടക്കമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടി, ഈ സുരേഷ് ഗോപി എന്ന പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ എന്താണ് CPM ഇത്ര അസ്വസ്ഥരാകുന്നത്? മറ്റ് പേരുകളൊന്നും കേൾക്കുമ്പോൾ ഇവർക്കൊരു അസ്വസ്ഥതയോ ഒരു പ്രശ്നങ്ങളോ ഇല്ല, ട്രോളുകളോ ഒന്നുമില്ല. സുരേഷ് ഗോപി എന്ന പേര് കേൾക്കുമ്പോഴാണ് CPM ഇത്രത്തോളം വിരളി പിടിക്കുന്നതോ അസ്വസ്ഥരാകുന്നത്. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സുരേഷ് ഗോപി ഒരു ബ്രാൻഡ് തന്നെയാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അഴിമതിയുടെ കറവുകളാത്ത ഒരാളെന്ന് പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ അഴിമതിയുടെ കറവുകളാത്ത ഒരാളെന്ന് പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിഞ്ഞ എത്ര നേതാക്കന്മാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്? വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയുകയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രീതിയിൽ ഇപ്പോ ധനം ആർജിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അഴിമതി പറയാൻ കഴിയില്ല, സ്ത്രീ വിഷയം പറയാൻ കഴിയില്ല, മറ്റൊന്നും തന്നെ പറയാൻ കഴിയാത്ത ഒരാളാണ് സുരേഷ് ഗോപി. രണ്ടാമത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ. അദ്ദേഹം എത്ര ലക്ഷം വോട്ടിനാണ് കേരളത്തിലെ ഏറ്റവും മികച്ച മത്സരം നടന്ന സ്ഥലം വരെ തൃശ്ശൂർ മത്സരിച്ച 3 പേരും രാഷ്ട്രീയത്തിലെ, സുരേഷ് ഗോപി മാത്രമായിരുന്നു അതിലെ രാഷ്ട്രീയത്തിലെ അധികായം എന്ന് പറയാൻ കഴിയാത്ത ആൾ. മറ്റു രണ്ടുപേരും ഏറ്റവും പ്രശസ്തരായ രാഷ്ട്രീയ രംഗത്ത് നിന്ന്. ഞാനന്ന് ഒരു ദിവസം ഒരു ചർച്ചയിൽ സുനിയേട്ടൻ എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, സുനിയേട്ടൻ എന്ന് CPM-കാർ വിളിക്കുന്ന പേരാണ്. CPM-കാര് സുനിയേട്ടൻ എന്ന് വിളിക്കുകയും അതിനുശേഷം ഈ സുനിയേട്ടനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുനിയേട്ടന് എതിരെ നിന്ന ആൾക്കാരെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിരുന്ന അന്ന് കൃഷ്ണഭക്തയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് ആ ഒരു തെറ്റിദ്ധാരണ കൂടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡാണ്. കാരണം ഏറ്റവും ജനപ്രിയനാണെന്നും ജനങ്ങളുടെ ഇടയിൽ അത്രയേറെ അടുപ്പമുണ്ട് എന്നും സുരേഷ് ഗോപി ഒരു സ്റ്റാർ ആണെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പദമാണ്. ഈ തെരഞ്ഞെടുപ്പിലാണ് ഈ സുനിയേട്ടൻ എന്ന പദം ആദ്യമായി എനിക്ക് തോന്നുന്നു പോസ്റ്ററുകളിലൊക്കെ വന്നു തുടങ്ങി. അവിടുത്തെ നാട്ടുകാരൊക്കെ സുനിയേട്ടൻ എന്ന് വിളിക്കുമായിരിക്കും. തൃശ്ശൂരെ ഒരു കൾച്ചർ വെച്ചിട്ട് എല്ലാവരെയും ഏട്ടാന്ന് വിളിക്കുന്ന ഒരു പാരമ്പര്യമുള്ളതുകൊണ്ട് സുനിയേട്ടൻ എന്ന് വിളിക്കുമായിരിക്കും. പക്ഷേ സുനിലിനെയും അതുപോലെ തന്നെ നമുക്ക് വി എസ് സുനിൽകുമാറിനെ പോലെയുള്ള ഏറ്റവും ജനകീയനായ ഒരാൾ, അതുപോലെ തന്നെ കെ മുരളീധരനെ പോലെ പാരമ്പര്യമുള്ള ഒരാൾ, ഇത്തരത്തിലുള്ള ഒരാളെയല്ലേ അദ്ദേഹം തോൽപ്പിച്ചത്? അതും എത്ര ലക്ഷം വോട്ടുകൾക്കാണ്. പിന്നീട് അദ്ദേഹം കരഞ്ഞു പോവുകയും തനിക്ക് തന്നെ തോൽപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നെന്നുള്ളത് വേറൊരു കാര്യം. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വോട്ട്, സ്ത്രീ വോട്ടിന്റെ പെർസെന്റേജിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിയുന്നവർക്ക്, സ്ത്രീകൾ പൊതുവെ രാഷ്ട്രീയം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും എന്ന അഭിപ്രായം എനിക്കില്ല. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇരയാക്കാൻ പോയൊരു സാഹചര്യം, അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായി. അതൊക്കെ സ്ത്രീകളുടെ മനസ്സിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ അക്രമം നടത്തുന്നു. സ്ത്രീകൾ അത് നോക്കിയിട്ട് മറ്റുള്ളവർ ഈ യാഥാർത്ഥ്യത്തെ പുരുഷന്മാരുണ്ടല്ലോ,
കറക്റ്റായി രാഷ്ട്രീയം മാത്രം, ചിലർക്ക് രാഷ്ട്രീയം മാത്രം, മറ്റേ അത് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, വീട്ടിലുള്ള ആരെയെങ്കിലും കുത്തിക്കൊന്നാലും തങ്ങൾ CPM-കാരാണെന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. അത്തരത്തിലുള്ള ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇതുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് സ്ത്രീകൾ അദ്ദേഹത്തിന് നൽകിയ ഒരു സ്വീകാര്യതയും, സ്ത്രീകളുടെ വോട്ടുകൾ അദ്ദേഹത്തിന് നന്നായി ലഭിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, ഈ പറയപ്പെടുന്ന ഗോസിപ്പുകളൊന്നും നോക്കാതെ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. സത്യത്തിൽ ഇനിയുള്ള കാലഘട്ടം നമുക്കറിയാം, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ പല മണ്ഡലങ്ങളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുതലാണ്. അപ്പൊ സ്ത്രീകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ത്രീകൾ, പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ചാണെങ്കിലും, നരേന്ദ്രമോദി ഉയർന്ന രാഷ്ട്രീയമാണെങ്കിലും സ്ത്രീകൾക്ക് അനുകൂലമായ രീതിയിൽ ചിന്തിക്കുന്നു എന്ന ഉള്ള ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയ നിലപാടുമായി അദ്ദേഹവും മുന്നോട്ട് വരുമ്പോൾ സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്ന, അദ്ദേഹത്തെ സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യത്തിൽ സംശയം. ഇപ്പൊ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ പേര് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. സിനിമ എന്നു മുതൽ സിനിമയിലുള്ള ആളാണ്, എന്നു മുതൽ സ്റ്റാർഡം ഉള്ള ഒരാളാണ്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെടുകയോ അദ്ദേഹത്തെ അത്തരത്തിലൊരു ഒരു സംശയത്തിന് പോലും, ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് ഇതുപോലും ഉണ്ടാകാനുള്ള സാധ്യതയില്ലാത്ത തരത്തിൽ വളരെ ക്ലിയറായ ഐഡന്റിറ്റി ഉള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പെട്ടെന്നൊന്നും അങ്ങനെ തകർത്ത് കളയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആകെയുള്ള ഒരു പ്രശ്നം, ഞാൻ കാണുന്ന ഒരു പ്രശ്നം, അദ്ദേഹത്തോട് എനിക്ക് നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി ഇമോഷണലാണ്. രാഷ്ട്രീയത്തിൽ ആ ഇമോഷൻസിന് വലിയ പ്രാധാന്യമില്ല. കാരണം അദ്ദേഹം അത്രയേറെ ഇമോഷണൽ ആകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മനുഷ്യരോട് സഹതാപം വേണ്ട എന്നല്ല, പക്ഷേ സഹതാപം വരുമ്പോഴും തന്റെ അടുത്തേക്ക് എത്തുന്ന ഒരാൾ, ഞാൻ പറഞ്ഞില്ലേ മാനായും അനുജനായും എത്തുമെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ തന്റെ അടുത്തേക്ക് എത്തുന്ന ഒരാൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് മിനിമം അദ്ദേഹം ചിന്തിക്കുകയെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ അദ്ദേഹം വലിയ അപകടത്തിലേക്ക് പോകും. നമുക്കറിയാം, ഈ കൃഷ്ണഭക്തയുടെ കാര്യത്തിലാണെങ്കിലും അവരിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയില്ലേ എന്നാണ്. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം, സുരേഷ് ഗോപി പറഞ്ഞു, പെട്ടെന്ന് അന്വേഷിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി കാണില്ല SPG അടക്കമുള്ളവർക്ക്. മാത്രമല്ല, അവരുടെ തട്ടിപ്പെന്ന് പറയുന്ന, അവർ പറയുന്നുണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവർ കേസ് കൊടുത്തിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അവരല്ല കേസ് കൊടുത്തിട്ടുള്ളത്, അവരാണ് നാട്ടുകാർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നത്. എന്നിട്ട് പുറത്തു വന്ന് അതും കേസ് കൊടുക്കുന്നതല്ല പ്രശ്നം. അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ കേസ് കൊടുക്കണം, കേസ് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ കേസ് കൊടുത്തിട്ട് പുറത്ത് ഒത്തുതീർപ്പാക്കുകയും അകത്ത് വന്നിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വലിയ കഥ ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഒരാൾക്ക് അനുകൂലമായി മാത്രമാണ് പിന്നെ കേസ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. ആ ആള് കോടതിയിൽ ആ കോടതിയിൽ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ തളർന്നു കിടക്കുകയാണ് എന്നാണ്. അയാൾ സ്ഥിരമായി കോടതിയിൽ ഹാജരാകുന്നുണ്ടതിന്റെ രേഖ എന്റെ കയ്യിൽ നിൽക്കും. അയാൾ സ്ഥിരമായി കോടതിയിൽ ഹാജരായിട്ടുള്ള ഒരാളാണ്. അത് പുറത്തു വെച്ച് സെറ്റിൽ ചെയ്ത ശേഷം പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്തിയ ശേഷം പുള്ളിക്കാരി, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാനൊരു വ്യക്തിപരമായ രീതിയിലേക്ക് അത് പോകണ്ട, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവർ തട്ടിപ്പുകാരിയാണ്, നാട്ടുകാർക്ക് ബോധ്യം വന്ന സ്ഥിതിക്ക്, കുറച്ചു പേർക്ക് ഇപ്പോഴും ബോധ്യമാകാത്തവരുണ്ട്. ആ ബോധ്യമാകാത്തവർക്ക് ബോധ്യമുണ്ട്, ഏതെങ്കിലും കാലത്ത് ബോധ്യമായിക്കോളും എന്നാണ് എന്റെ ധാരണ. മനസ്സിലാകുന്നവർക്ക് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങളും രേഖകളും വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ പറഞ്ഞ 100% ഞാൻ അതിൽ ഓൺ ചെയ്ത് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുരേഷ് ഗോപിയെ പോലുള്ളവരുടെ അടുത്തേക്കൊക്കെ ആൾക്കാരെത്തുമ്പോൾ ദയവ് ചെയ്ത് അറിയാവുന്ന, അതിലും വലിയൊരു കാര്യം, ഈ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന, സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമുള്ളവർ അറിയാമല്ലോ. അത്തരത്തിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം ഇവർ തട്ടിപ്പുകാരിയാണെന്ന്, എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോഴും ഈ തട്ടിപ്പുകാരാണെന്ന് അറിയുമ്പോൾ പോലും, എന്നാൽ സുരേഷ് ഗോപിയെ വിളിച്ച് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആരെയെങ്കിലും വിളിച്ച് അവരൊരു തട്ടിപ്പുകാരിയാണ്, നിങ്ങളുടെ അടുത്തേക്ക് അവരെത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സുരേഷ് ഗോപിയെ അങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ പെടുത്തിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംശയം കൂടിയുണ്ട്. അപ്പൊ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു വിഭാഗം മാത്രമാണെന്ന അഭിപ്രായം എനിക്കില്ല. സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നത് പല വിഭാഗങ്ങളിലുള്ളവരാണ്, എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി വളരെ കൃത്യമായി, വേണമെങ്കിൽ സുരേഷ് ഗോപി സത്യത്തിൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പാവമായതുകൊണ്ടും ഒരു കൂടുതൽ ഇമോഷണൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റേതായ ഒരു ഇന്റലിജൻസ് സംവിധാനം കൂടെ കൊണ്ടു നടക്കുന്നത് നന്നാവുമെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് രക്ഷ നേടാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകടത്തിൽപ്പെടാതിരിക്കാൻ അദ്ദേഹം ഒരു ഇന്റലിജൻസ് സംവിധാനം, സിനിമയുടെ ഭാഗത്താണെങ്കിലും ഒക്കെ അദ്ദേഹം ഒരു ഇന്റലിജൻസ് സംവിധാനം കൂടെ കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ ഒരു കയ്യകലത്തിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ കയ്യകലത്തിൽ ആൾക്കാരെ നിർത്തിക്കൊണ്ടൊന്ന് ശ്രദ്ധിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇത് ഈ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാകും, സുരേഷ് ഗോപി ഒരു ടാർഗറ്റ് തന്നെയാണ്, എന്നും ഒരു ടാർഗറ്റ് ആയിരിക്കും സുരേഷ് ഗോപി. അദ്ദേഹം എവിടെയെങ്കിലും അദ്ദേഹത്തിനെ പെടുത്തി, എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹത്തിന്റെ പേരും ഒക്കെ ഇല്ലാതാക്കുന്നിടം വരെ സുരേഷ് ഗോപി ഒരു വലിയ ടാർഗറ്റ് ആയിരിക്കും. അത് പോരാളി ഷാജിമാരുടെ രൂപത്തിലും കൃഷ്ണഭക്തയുടെ രൂപത്തിലും ഒക്കെ
അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ട്. അല്ലെങ്കിൽ പോരാളി ഷാജിയെ പിന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം പോരാളി ഷാജി എതിർത്താണ് നിൽക്കുന്നത്. കൃഷ്ണഭക്തയുടെ കാര്യത്തിലാണെങ്കിൽ അത് പറയാനും കഴിയില്ല. കാരണം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം, അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. ഇനി അഥവാ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എന്റെ ഒന്ന് രണ്ട് ആരൊക്കെയോ കമന്റ് ഇട്ടേക്ക് നടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി അത് കേൾക്കാത്തവർ അവർ അനുഭവിച്ചറിഞ്ഞു. ഒരു പ്രാവശ്യത്തിനുള്ളിൽ നമുക്ക് ഒരാളെ അലേർട്ട് ചെയ്യാൻ കഴിയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വേണ്ട പോലെ ചെയ്യേണ്ടത്. അതുപോലെ സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ സംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ടാർഗറ്റ് ആണെന്ന് മനസ്സിലായിടത്തോളം കാലം ഇനി അദ്ദേഹം മുമ്പോട്ട് അത് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം. അത് സിനിമാ രംഗത്താണെങ്കിലും എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വരട്ടെ, കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ, അദ്ദേഹം മനുഷ്യർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അദ്ദേഹം ഒരു മന്ത്രി എന്ന രീതിയിലും, മാത്രമല്ല മറ്റൊരു കാര്യം, അദ്ദേഹം മന്ത്രിയായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്, അദ്ദേഹം മന്ത്രിയായിട്ട് 3 വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 9 മന്ത്രിമാർ കേന്ദ്രമന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ല. അന്ന് എന്താണ് ചെയ്തത്? എങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ഒരു മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടില്ലെന്നോ ഒക്കെ കണ്ടെത്താനുള്ള സാഹചര്യം എന്താണ്? അതിനുള്ള സമയമായിട്ടുണ്ടോ? ഒരു എയിംസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ആദ്യം അദ്ദേഹം അങ്ങോട്ട് മന്ത്രിയായ ഉടനെ എയിംസ് കിട്ടിയില്ല, അല്ലെങ്കിൽ വാരിക്കോരി കേന്ദ്രത്തിൽ നിന്ന് തന്നില്ല എന്ന് പറയാനുള്ള അവസരം എന്താ? നേരത്തെ നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടൈം അല്ലേ? അദ്ദേഹത്തിന് ചെയ്യാനുള്ള ഒരു ബ്രീത്തിങ് ടൈം നൽകട്ടെ. ആ ബ്രീത്തിങ് ടൈം നൽകാതെ എങ്ങനെയാണ് സുരേഷ് ഗോപി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, പെർഫോം ചെയ്തിട്ടില്ല, എന്താണ് വാങ്ങിച്ചു തന്നതെന്ന് പറയാൻ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും ബാക്കിയുള്ളവരും ഒക്കെ എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്? ഒരു പ്രോഗ്രസ് കാർഡ് അവതരിപ്പിക്കേണ്ടതല്ലേ? ഇത്രയും കാലം ഈ സ്റ്റേറ്റിന് വേണ്ടി എന്ത് ചെയ്തു എന്ന്. അത്തരം ഒരു പ്രോഗ്രസ് കാർഡ് വന്നാൽ അദ്ദേഹം, പിണറായി വിജയനെ സംബന്ധിച്ച് നോക്കുകയാണ്, അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ചെയ്തു എന്ന് വളരെ 100% അദ്ദേഹം കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് നമുക്കറിയാം. അദ്ദേഹം മരുമകനെ മന്ത്രിയാക്കി, മകളെ ഉന്നത സ്ഥാനത്തൊക്കെ എത്തിച്ചു, വന്ന കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി, കൊച്ചുമകനെ രാജ്യം മുഴുവൻ കാണിച്ചു, ഭാര്യയെ ലോകം മുഴുവൻ കാണിച്ചു. അതൊക്കെ അദ്ദേഹത്തിന് മാത്രമേ ഗുണമുണ്ടായിട്ടുള്ളൂ. മറ്റ് ഒരു സഖാക്കന്മാർക്കും ഒരു നാട്ടുകാർക്കും ഒരു സംസ്ഥാനത്തിനും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇപ്പോ ഈ വയനാട്ടിലെ ഇഷ്യൂ, അത് നമുക്ക് വേറൊരു വിഷയമായി വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. വയനാട്ടിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണ് 119, 120 പേരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല, തിരച്ചിൽ നിർത്തിയിരിക്കുന്നു. അവിടെയുള്ള ജനങ്ങൾക്ക് 790 വീടുകളാണ് ആകെ ഉള്ളത്. 790 പേരാണ് നമ്മൾ പ്രശ്നബാധിതർ. അവർക്ക് വേണ്ടി 2000 കോടി വേണമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് 1 കോടി കൊടുത്താൽ പോലും എത്ര കോടി വേണം? ഇനി പോട്ടെ, 2 കോടി കൊടുത്താൽ തന്നെ ഇത്രയും കോടികളുടെ ആവശ്യമില്ല. അവിടെ എന്താണ് സർക്കാർ? എത്രയോ പേർ വീട് നൽകാമെന്ന് പറഞ്ഞു, എത്രയോ പേർ വസ്തു നൽകാമെന്ന് പറഞ്ഞു, എത്രയോ പേർ ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് നൽകാമെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിപ്പിക്കേണ്ട സമയമല്ലേ കടന്നു പോകുന്നത്? അവരെ പുനരധിവസിപ്പിക്കാതെ വീണ്ടും അവർക്ക് വാടക കൊടുത്ത്, വാടക എഴുതിയെടുത്ത് 6000 രൂപ വാടക എന്ന് പറയുന്നവർക്ക് എത്ര ചെല്ലും? എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? ഇപ്പൊ പഴയ പ്രളയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രളയത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പണം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒരു അന്വേഷണം നടത്തിയാൽ അറിയാൻ പറ്റും എത്ര രൂപ ഇവർ ഇതൊക്കെ പറഞ്ഞിട്ട് തട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കട്ടെ. അതിന് പോരാളി ഷാജിമാരുടെയോ പിണറായി വിജയന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട. സുരേഷ് ഗോപി അഭിനയിക്കട്ടെ, അദ്ദേഹം പണം ഉണ്ടാക്കട്ടെ, അദ്ദേഹം ജനങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ ചെയ്യട്ടെ, അതിനുവേണ്ടി അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് സാധാരണക്കാരായ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. വളരെ നന്ദി.